പാദം 4 സെന്റിമീറ്ററായ ഒരു സമപാർശ്വ ത്രികോണത്തിന്റെ തുല്യവശങ്ങൾ 6 സെന്റിമീറ്റർ വീതമായാൽ അതിന്റെ പരപ്പളവ് എത്രയായിരിക്കും? ഇവിടെ ഒരു സമപാർശ്വ ത്രികോണത്തെക്കുറിച്ചാണ് പറയുന്നത്. സമപാർശ്വ ത്രികോണത്തിന്റെ രണ്ട് വശങ്ങൾ തുല്യമായിരിക്കും. കൂടാതെ പാദം 4 സെന്റിമീറ്റർ നൽകിയിട്ടുണ്ട്. മറ്റ് തുല്യവശങ്ങൾ 6 സെന്റിമീറ്റർ വീതവും. അപ്പോൾ ഈ സമപാർശ്വ ത്രികോണത്തിന്റെ വശങ്ങളുടെ നീളങ്ങൾ 4 സെന്റിമീറ്ററും രണ്ട് തുല്യവശങ്ങൾ 6 സെന്റിമീറ്റർ വീതവും. അപ്പോൾ 4 സെന്റിമീറ്റർ 6 സെന്റിമീറ്റർ 6 സെന്റിമീറ്റർ ആണ് ഈ ത്രികോണത്തിന്റെ വശങ്ങൾ. ഇങ്ങനെ മൂന്ന് വശങ്ങളുടെയും നീളങ്ങൾ അറിയുന്നതുകൊണ്ട് നമുക്ക് ത്രികോണത്തിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്നതിനായിട്ട് റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി ഈ ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാം. ഇതിലെ എ ബി സി എന്നിവ ഈ മൂന്ന് വശങ്ങളുടെ നീളങ്ങളും എസ് എന്ന് പറയുന്നത് അതിൻ്റെ ചുറ്റളവിൻ്റെ പകുതിയായിരിക്കും. അപ്പോൾ എസ് കണ്ടുപിടിക്കുന്നതിനായിട്ട് നമുക്ക് 4 + 6 + 6 / 2 കണ്ടാൽ മതി. 6 × 4 10, 10 × 6 16, 16നെ 2 കൊണ്ട് ഹരിച്ചാൽ 8. അപ്പോൾ ഇതെന്ത് വരും? റൂട്ട് ഓഫ് 8 ഇൻറ്റു എസ് മൈനസ് എ. ഇപ്പോൾ 8ൽ നിന്ന് ആദ്യത്തെ നീളം കുറയ്ക്കണം. 8ൽ നിന്ന് 4 കുറച്ച 4 ഗുണം എസ് മൈനസ് ബി. 8ൽ നിന്ന് 6 കുറയ്ക്കുക, അപ്പോൾ 2 കിട്ടും. ഗുണം എസ് മൈനസ് സി, അതും 8ൽ നിന്ന് 6 കുറച്ച് കിട്ടുന്ന 2. അപ്പോൾ ഈ റൂട്ട് കണ്ടാൽ മതി ഇത്. അപ്പോൾ ഇത് ഗുണിക്കാൻ നമുക്ക് 8 × 4 32, 32 ഗുണം 2 64, 64 ഗുണം 2 128 എന്ന് വരും. അപ്പോൾ ഇതിനെ നമുക്ക് സ്ക്വയർ റൂട്ട് കാണുന്നതിനുള്ള എളുപ്പത്തിനായിട്ട് 64 ഗുണം 2 എന്ന് എഴുതാം. 64ൻ്റെ സ്ക്വയർ റൂട്ട് നമുക്കറിയാം 8. 8ൻ്റെ സ്ക്വയറാണ് 64. അപ്പോൾ ഇത് 8 √ 2 എന്ന് വരും. അപ്പോൾ ഈ ത്രികോണത്തിൻ്റെ ഏരിയ 8 √ 2 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. ശരി ഉത്തരം ഓപ്ഷൻ എ. അടുത്ത സംഖ്യ ഏത്? 125, 135, 120, 130, 115, 125 ഡാഷ്. അപ്പോൾ ഈ സീക്വൻസിലെ അടുത്ത സംഖ്യ ഏതെന്ന് കണ്ടുപിടിക്കണം. നമ്മൾ ഈ സീക്വൻസ് ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇത് രണ്ട് സീക്വൻസുകൾ മിക്സ് ചെയ്ത് തന്നിരിക്കുന്നതാണ്. ആദ്യത്തെ സീക്വൻസ് ഇതാണ് 125, 120, 115 അങ്ങനെ 5 വീതം കുറഞ്ഞു കുറഞ്ഞു വരുന്ന ഒരു സീക്വൻസ്. അടുത്തത് 135, 130, 125 അങ്ങനെ 5 വീതം കുറഞ്ഞു വരുന്ന അടുത്ത സീക്വൻസും. ഇതിൽ ആദ്യത്തെ സീക്വൻസിൻ്റെ ഭാഗമായിട്ട് വേണം ഇവിടുത്തെ ഈ സംഖ്യ വരാൻ. അപ്പോൾ 125, അതിൽ നിന്ന് 5 കുറഞ്ഞ് 120, 5 കുറഞ്ഞ് 115. അപ്പോൾ അടുത്ത് വരേണ്ടത് 110 ആണ്. 115 നിന്ന് 5 കുറച്ച് 110. അപ്പോൾ ശരി ഉത്തരം ഓപ്ഷൻ എ 110. 28 ക്യൂബ് അധികം -15 ക്യൂബ് അധികം -13 ക്യൂബിൻ്റെ വില എത്രയായിരിക്കും? നമുക്കിവിടെ 28 ക്യൂബ് അധികം -15 ക്യൂബ് അധികം -13 ക്യൂബിൻ്റെ വില കണ്ടുപിടിക്കണം. ഈ മൂന്ന് സംഖ്യകളുടെയും ക്യൂബുകൾ കണ്ട് അവ കൂട്ടിയെടുക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ നമുക്ക് മറ്റൊരു മാർഗ്ഗം ഉപയോഗിക്കാം. ഈ തന്നിരിക്കുന്ന സംഖ്യകളൊന്ന് ശ്രദ്ധിക്കുക. 28 -15 -13 ഇവ മൂന്നും കൂടെ കൂട്ടിയാൽ നമുക്ക് 0 കിട്ടുക. കാരണം -15ഉം -13ഉം കൂടെ കൂട്ടിയാൽ -28 ആണ്. അപ്പോൾ 28ഉം -28ഉം കൂടെ കൂട്ടിയാൽ 0 വരും. അപ്പോൾ ഈ മൂന്ന് സംഖ്യകളുടെ തുക 0 ആയിരിക്കും. അപ്പോൾ നമുക്കൊരു ഇക്വേഷൻ ഉപയോഗിച്ച് അതിൻ്റെ ഉത്തരം പെട്ടെന്ന് കണ്ടുപിടിക്കാം. അതായത് a + b + c = 0 ആണെങ്കിൽ a³ + b³ + c³ = 3 abc ആയിരിക്കും. ഓർക്കുക, a + b + c = 0 ആണെങ്കിൽ a³ + b³ + c³ = 3 abc ആയിരിക്കും. അപ്പോൾ ഇവിടെ a = 28 എന്നും b = -15 എന്നും c = -13 എന്നും എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ a + b + c 0 ആയിരിക്കും. നമ്മളത് കണ്ടു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് 28 ക്യൂബ് +-15 ക്യൂബ് +-13 ക്യൂബ് കാണാനായിട്ട് 3 abc കണ്ടാൽ മതി. അതായത് 3 ഗുണം എയുടെ സ്ഥാനത്ത് 28 കൊടുക്കുക. 28 ഗുണം -15 ഗുണം -13 കണ്ടാൽ മതി. നോക്കുക, ഈ 4 സംഖ്യകളുടെ ഗുണനഫലം കാണുമ്പോൾ ഇതിൽ 2 എണ്ണം നെഗറ്റീവാണ്. 2 നെഗറ്റീവ് സംഖ്യകൾ തമ്മിൽ ഗുണിച്ചാൽ ഉത്തരം പോസിറ്റീവ് ആവും. ബാക്കി 2 എണ്ണം പോസിറ്റീവാണ്. അതുകൊണ്ട് ഇതിൻ്റെ ഗുണനഫലം പോസിറ്റീവ് ആയിരിക്കും. ഇനി ഈ 4 സംഖ്യകൾ തമ്മിൽ ഗുണിക്കുമ്പോൾ നമുക്ക് 16,380 എന്നാണ് കിട്ടുക. അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി 16,380. ഒരു ഗോളത്തിൻ്റെ ആരം ഇരട്ടിയാക്കിയാൽ ഉപരിതല വിസ്തീർണം എത്ര വർദ്ധിക്കും? ഇവിടെ ഒരു ഗോളത്തിൻ്റെ ആരം ഇരട്ടിയാക്കിയാൽ അതിൻ്റെ ഉപരിതല വിസ്തീർണത്തിൽ എത്ര വർധനം ഉണ്ടാവും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. എല്ലാ ശതമാനത്തിലാണ് വന്നിരിക്കുന്ന ഓപ്ഷൻസൊക്കെ. അപ്പോൾ എത്ര ശതമാനം വർദ്ധിക്കും എന്ന് കണ്ടുപിടിക്കണം. ഗോളത്തിൻ്റെ ഉപരിതല വിസ്തീർണം കണ്ടുപിടിക്കുന്നതിനുള്ള സൂത്രവാക്യം ഇതാണ്. 4πr² ആണ്. 4πr². നമുക്കൊരു ഉദാഹരണം എടുത്ത് ചെയ്യാം. ആദ്യം നമുക്ക് ആരം 5 സെൻറ്റിമീറ്റർ എന്ന് എടുക്കാം. 5 സെൻറ്റിമീറ്റർ. അപ്പോൾ ഉപരിതല വിസ്തീർണം എത്ര വരും? എ ഏരിയ എന്ന് സൂചിപ്പിക്കാം. എ = 4 × π × r². 6 5ൻ്റെ സ്ക്വയറാണ്.
5ൻ്റെ സ്ക്വയർ 25 എന്ന് വരും. അതായത് 100 പൈ 4 ഗുണം 25 100 100 പൈ സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് വരും. ഇനി ആരം നമുക്ക് ഇരട്ടിയാക്കാം. അപ്പോൾ ആരം 10 സെൻറ്റിമീറ്റർ ആക്കുക. അപ്പോൾ ഏരിയ എത്ര വരും? എ സമം 4 ഇൻറ്റു പൈ ഇൻറ്റു 10ൻ്റെ സ്ക്വയർ 100. അപ്പോൾ 4 ഗുണം 100 400. അപ്പോൾ 400 പൈ സെൻറ്റിമീറ്റർ സ്ക്വയർ ആയി. ഇനി എത്ര വർദ്ധിക്കുമെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ വർദ്ധിക്കുമെന്ന് കണ്ടുപിടിക്കാനായിട്ട് 400 പൈയിൽ നിന്ന് 100 പൈ കുറയ്ക്കുക. 400 പൈ മൈനസ് 100 പൈ. അപ്പോൾ 300 പൈ സെൻറ്റിമീറ്റർ സ്ക്വയറിൻ്റെ വർധനമാണ് ഉണ്ടാകുന്നത്. ഇത് എത്ര ശതമാനമാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് ആദ്യത്തെ ഏരിയ 100 പൈ സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരുന്നു. ഇതിൻ്റെ എത്ര ശതമാനമാണ് 300 പൈ സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കണ്ടുപിടിക്കണം. അതിനായിട്ട് 100 പൈയിൽ 300 പൈ 100 പൈയുടെ എത്ര ശതമാനമാണ് 300 പൈ എന്ന് കാണാൻ 100 പൈയിൽ 300 പൈ ഗുണം 100 കാണുക. ഇവിടെ പൈ കോൺസ്റ്റൻ്റ് ആണ്, അത് ക്യാൻസലാവും. 100 100 ക്യാൻസൽ ചെയ്യാം, പോയിട്ട് 300 എന്ന് കിട്ടും. അപ്പോൾ 300% വർധനമാണ് ഉണ്ടാകുന്നത്. ശരി ഉത്തരം ഓപ്ഷൻ ബി. എ ബി സി ഇവയുടെ ശരാശരി എം ആണ്. കൂടാതെ എ ബി പ്ലസ് ബി സി പ്ലസ് സി എ സമം 0 ആയാൽ എ സ്ക്വയർ ബി സ്ക്വയർ സി സ്ക്വയറിൻ്റെ ശരാശരി എത്ര? നമുക്കിവിടെ എ ബി സി ഇവയുടെ ശരാശരി എം ആണെന്ന് നൽകിയിരിക്കുന്നു. കൂടാതെ എ ബി പ്ലസ് ബി സി പ്ലസ് സി എ സമം 0 എന്ന് നൽകിയിട്ടുണ്ട്. നമുക്ക് എ സ്ക്വയർ ബി സ്ക്വയർ സി സ്ക്വയർ ഇവയുടെ ശരാശരി കണ്ടുപിടിക്കണം. അപ്പോൾ എ ബി സിയുടെ ശരാശരി എം ആണെങ്കിൽ എ ബി സിയുടെ ശരാശരി എങ്ങനെയാണ് കാണുന്നത്? എയും ബിയും സിയും കൂടെ കൂട്ടി അതിനെ 3 കൊണ്ട് ഹരിക്കണം. അപ്പോൾ എ പ്ലസ് ബി പ്ലസ് സി ബൈ 3 സമം എം എന്ന് നമുക്ക് എടുക്കാം. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എ സ്ക്വയർ ബി സ്ക്വയർ സി സ്ക്വയർ ഇവയുടെ ശരാശരിയാണ്. അതായത് ഇപ്പോൾ 3 കൂടെ കൂട്ടി അതിനെ 3 കൊണ്ട് ഹരിച്ചത് എത്രയെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എ സ്ക്വയർ ബി സ്ക്വയർ സി സ്ക്വയർ അതുപോലെ എ ബി സി ഇവയെ തമ്മിൽ യോജിപ്പിക്കുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ ഇതാണ്: എ പ്ലസ് ബി പ്ലസ് സി ദി ഹോൾ സ്ക്വയർ സമം എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എ ബി പ്ലസ് ബി സി പ്ലസ് സി എ. ഇവിടെ നമുക്ക് എ ബി പ്ലസ് ബി സി പ്ലസ് സി എ സമം 0 നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഭാഗം 0 ആയി പോകും. അപ്പോൾ നമുക്ക് എ പ്ലസ് ബി പ്ലസ് സി ഹോൾ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് വേണ്ടത് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ബൈ 3 ആണ്. അത് കണ്ടുപിടിക്കുന്നതിനായിട്ട് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ബൈ 3 കാണുന്നതിനായിട്ട് നമുക്ക് എ പ്ലസ് ബി പ്ലസ് സി ഹോൾ സ്ക്വയറിനെ 3 കൊണ്ട് ഹരിച്ചാൽ മതി. എ പ്ലസ് ബി പ്ലസ് സി ദി ഹോൾ സ്ക്വയർ ബൈ 3 കണ്ടാൽ മതി. ഇനി ഓർക്കുക, എ പ്ലസ് ബി പ്ലസ് സി ബൈ 3 എം ആയതുകൊണ്ട് നമുക്ക് ഇതിൽ നിന്നും എ പ്ലസ് ബി പ്ലസ് സി സമം ഈ 3 ഇങ്ങോട്ട് ഗുണിച്ചാൽ 3m എന്ന് കിട്ടും. ഓർക്കുക, എ പ്ലസ് ബി പ്ലസ് സി ബൈ 3 സമം എം ആയതുകൊണ്ട് നമുക്ക് എ പ്ലസ് ബി പ്ലസ് സി സമം 3m എന്ന് എഴുതാം. അപ്പോൾ ഈ എ പ്ലസ് ബി പ്ലസ് സി ഹോൾ സ്ക്വയറിൻ്റെ സ്ഥാനത്ത് നമുക്ക് 3m സ്ക്വയർ എന്ന് എഴുതാം. 3m ഹോൾ സ്ക്വയർ ബൈ 3. 3m സ്ക്വയർ എന്ത് വരും? 3ൻ്റെ സ്ക്വയർ m സ്ക്വയർ, അതായത് 9m സ്ക്വയർ ബൈ 3 എന്ന് വരും. 3 കൊണ്ട് 9നെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 3 എന്ന് കിട്ടും. അപ്പോൾ ഉത്തരം 3m സ്ക്വയർ. അതായത് എ സ്ക്വയർ ബി സ്ക്വയർ സി സ്ക്വയർ ഇവയുടെ ശരാശരി 3m സ്ക്വയർ ആണ്. ശരി ഉത്തരം ഓപ്ഷൻ ബി. ഒറ്റയാൻ ഏത്? 56 72 90 110 132 150. നമുക്ക് 4 ഓപ്ഷൻസ് ആണ് നൽകിയിട്ടുള്ളത്: 72 110 132 150. ഇതിൽ ഈ 4 ഓപ്ഷൻസിൽ ഏതാണ് വേറിട്ട് നിൽക്കുന്നതെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഈ സീക്വൻസിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ സീക്വൻസ് ഒന്ന് നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടെന്ന് മനസ്സിലാക്കാം. 56നോട് 16 കൂട്ടിയാൽ 72 ആവും. 72നോട് 18 കൂട്ടിയാണ് 90-ലെത്താം. 90നോട് 20 കൂട്ടിക്കഴിഞ്ഞാൽ 110 ആയി. 110നോട് 22 കൂട്ടിക്കഴിഞ്ഞാൽ 132 ആയി. അപ്പോൾ ഈ കൂട്ടിയിരിക്കുന്ന സംഖ്യ നോക്കുക: 16 18 20 22. അപ്പോൾ അടുത്ത് കൂട്ടേണ്ടത് ഈ പാറ്റേണിൽ 24 ആയിരിക്കണം കൂട്ടേണ്ടത്. അപ്പോൾ 132 24 കൂടെ കൂട്ടിയാൽ 156 വരണം. പക്ഷേ ഇവിടെ 150 വന്നിട്ടുള്ളൂ. അതുകൊണ്ട് ഇക്കൂട്ടത്തിൽ വേറിട്ട് നിൽക്കുന്ന സംഖ്യ ഓപ്ഷൻ ഡി 150 ആണ്. 0.04 റൈസ് മൈനസ് 1.5ൻ്റെ വില എത്ര? നമുക്കിവിടെ 0.04 റൈസ് മൈനസ് 1.5ൻ്റെ വില കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഈ ദശാംശ സംഖ്യകളെ നമുക്കൊന്ന് ഭിന്നസംഖ്യകളാക്കി മാറ്റി എഴുതാം. അങ്ങനെയാണെങ്കിൽ ഇച്ചിരി സൗകര്യമുണ്ട്.
നമുക്ക് ഇവിടെ 0.04 എന്നാണ് നൽകിയിരിക്കുന്നത്. ദശാംശ സ്ഥാനത്തിന് വലതുവശത്ത് 2 അക്കങ്ങളുണ്ട്. അതുകൊണ്ട് ഛേദമായിട്ട് 100 കൊടുത്താൽ ഇതിനെ നമുക്ക് ഭിന്നസംഖ്യയാക്കി മാറ്റാം. അതായത് 4/100 എന്നാക്കാം. റൈസ് ടു 1.5 എന്നുള്ളത് നമുക്ക് 3/2 എന്ന് എഴുതാമല്ലോ. 2ൽ 3 1/5. അപ്പോൾ -3/2 എന്ന് എഴുതാം. ഇനി ഈ പവറിൽ നെഗറ്റീവ് വന്നിട്ടുണ്ട്. പവർ നെഗറ്റീവാണ്. പവറിൽ നെഗറ്റീവ് ഒഴിവാക്കുന്നതിനായിട്ട് ഈ 4/100ൻ്റെ റെസിപ്രോക്കൽ എഴുതിയാൽ മതി, അല്ലെങ്കിൽ 100ൽ 4ൻ്റെ വിൽക്രമം എഴുതിയാൽ മതി. അതായത് നമുക്ക് 100/4 എന്ന് എഴുതാം. ഇതിൻ്റെ വിൽക്രമം വരുമ്പോൾ 100/4 റൈസ് ടു 3/2 എന്ന് എഴുതാം. 100/4 എത്രയാണ്? 25. അപ്പോൾ ഇത് 25 റൈസ് ടു 3/2 എന്ന് വരും. ഇനി നോക്കുക, ഈ പവറിൻ്റെ ഛേദം, പവർ ഒരു ഭിന്നസംഖ്യയാണ്, അതിൻ്റെ ഛേദം 2 വന്നിരിക്കുന്നത്. അപ്പോൾ 25നെയും 2 പവറായി വരുന്ന ഒരു സംഖ്യയായിട്ട് എഴുതാൻ പറ്റുമെങ്കിൽ നമുക്കത് സിംപ്ലിഫൈ ചെയ്യാൻ എളുപ്പമുണ്ട്. ഓർക്കുക, 25 എന്ന് പറഞ്ഞാൽ 5ൻ്റെ സ്ക്വയറാണ്. അപ്പോൾ നമുക്കിത് 5 സ്ക്വയർ ദി ഹോൾ റൈസ് ടു 3/2 എന്ന് എഴുതാം. ഇനി നമുക്കൊരു കൃത്യംഗ നിയമം ഉപയോഗിക്കണം. അതായത് എ റൈസ് ടു എം ദി ഹോൾ റൈസ് ടു എൻ, എ റൈസ് ടു എം ദി ഹോൾ റൈസ് ടു എൻ സമം എ റൈസ് ടു എം ഇൻറ്റു എൻ. ഈ നിയമം ഇവിടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് 5 റൈസ് ടു 2 ഗുണം 3/2 എന്ന് വരും. 2ഉം 3/2ലെ 2ഉം ക്യാൻസലാവും, പോയിട്ട് 5 റൈസ് ടു 3 എന്ന് വരും. 5 റൈസ് ടു 3 എന്ന് പറഞ്ഞാൽ 5 3 തവണ ആവർത്തിച്ച് ഗുണിക്കുക. അപ്പോൾ 125 കിട്ടും. അപ്പോൾ ശരി ഉത്തരം ഓപ്ഷൻ ഡി 125. ഒരു ദിവസം എത്ര തവണ ഒരു ക്ലോക്കിൻ്റെ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും നേർരേഖയിൽ വരും? ഇവിടെ ഒരു ദിവസം എത്ര തവണ ക്ലോക്കിൻ്റെ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും നേർരേഖയിൽ വരും എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ സൂചികൾ നേർരേഖയിൽ വരുന്നത് 2 രീതിയിൽ വരാം. ഒന്നുകിൽ മണിക്കൂർ സൂചിക്ക് മുകളിൽ മിനിറ്റ് സൂചി വരുന്ന രീതിയിൽ വരാം, അല്ലെങ്കിൽ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും എതിർ ദിശയിൽ വരുന്ന രീതിയിൽ വേണമെങ്കിലും വരാം. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ കേസ് നോക്കുക. മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും ഒന്നിന് മുകളിൽ ഒന്നായിട്ട് വരുന്ന അവസ്ഥ. ഓർക്കുക, 12 മണിക്കൂറിനിടയിൽ 11 തവണ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും ഒന്നിന് മുകളിൽ ഒന്നായിട്ട് വരും. അതായത് ഒരു ദിവസം 22 തവണ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും ഒന്നിന് മുകളിൽ ഒന്നായിട്ട് വരും. ഇനി രണ്ടാമത്തെ കാര്യം, മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും നേരെ എതിർ ദിശയിൽ വരുന്നത്. അതും 12 മണിക്കൂറിനിടയിൽ 11 തവണ നേരെ എതിർ ദിശയിൽ വരും. അപ്പോൾ 24 മണിക്കൂറിനിടയിൽ 22 തവണ. അങ്ങനെ ഒരു ദിവസം സൂചികൾ നേർരേഖയിൽ വരുന്നത് 22 22ഉം 44 തവണയാണ്. അപ്പോൾ ശരിയുത്തരം ഓപ്ഷൻ എ 44. ഗുണനം സമം ന്യൂനം, ഹരണം സമം അധികം, അധികം സമം ഹരണം, ന്യൂനം സമം ഗുണനം ആയാൽ താഴെ തന്നിരിക്കുന്നവയിൽ ശരിയേത്? ഇവിടെ 4 ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. ഈ 4 ഓപ്ഷൻസും പരിശോധിച്ച് വരുമ്പോഴത്തേനും നമുക്ക് സമയം ഏറെ നഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് ഒന്ന് പരിശോധന ചുരുക്കാം. അതിനായിട്ട് നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസിൻ്റെ എല്ലാം അവസാന ആൻസർ പൂർണ്ണസംഖ്യകളാണ്. ഒന്നും തന്നെ ഭിന്നസംഖ്യകളായിട്ട് വന്നിട്ടില്ല. സാധാരണഗതിയിൽ ഭിന്നസംഖ്യ വരുന്നത് ഹരണം നടക്കുമ്പോഴാണ്. അപ്പോൾ ഇവിടെ ഹരണത്തിനെ സൂചിപ്പിക്കുന്ന സംഖ്യ സിമ്പൽ നോക്കുക, അധികമാണ്. അധികം ഹരണത്തെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇതിൽ അധികം വരുന്ന ഭാഗങ്ങൾ നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. ഇതാണ് അധികം വരുന്ന ഭാഗങ്ങൾ. അതായത് ഇവിടെ എല്ലാം ഹരണം നടക്കണം. അപ്പോൾ ഇത് പൂർണ്ണമായിട്ട് ഹരിച്ചു പോകുന്നുണ്ടോ എന്ന് നോക്കുക. 2/3 എന്ന് വരും ഇവിടം, അത് ഭിന്നസംഖ്യയായിട്ട് കിട്ടും. ഇവിടെ 10/3 എന്നാവും, അതും ഭിന്നസംഖ്യയാവും. 20/16 എടുത്തു കഴിഞ്ഞാൽ അവിടെയും ഭിന്നസംഖ്യ വരും. 3/5 എടുത്തു കഴിഞ്ഞാലും അവിടെയും ഭിന്നസംഖ്യ വരും. അപ്പോൾ ഇവിടെ 4 ഓപ്ഷൻസിലും ഹരണം നടക്കുന്നിടത്ത് ഭിന്നസംഖ്യ വരും. അപ്പോൾ ആ ഭിന്നസംഖ്യ വരുമ്പോൾ ആ ഭിന്നസംഖ്യ ഒഴിവാക്കണമെങ്കിൽ അവിടെ ഒരു ഗുണനവും കൂടി അതിനോട് ചേർന്ന് തന്നെ വരണം. ഇവിടെ ഗുണനത്തിനെ സൂചിപ്പിക്കുന്ന സിമ്പൽ ന്യൂനമാണ്, അത് നോക്കുക. അപ്പോൾ ഈ അധികത്തിനോട് തൊട്ടടുത്ത് തന്നെ ന്യൂനം വരുന്നുണ്ടോ എന്ന് നോക്കുക. ഇവിടെ അധികത്തിനോട് ചേർന്നല്ല ന്യൂനം വരുന്നത്, അതുകൊണ്ട് ഈ ഓപ്ഷൻ നോക്കണ്ട. ഇവിടെയും അധികത്തിനോട് ചേർന്നല്ല ന്യൂനം വരുന്നത്, ഇവിടെയും അധികത്തിനോട് ചേർന്നല്ല ന്യൂനം. പക്ഷേ ഇവിടെ നോക്കുക, അധികത്തിനോട് ചേർന്ന് തന്നെയാണ് ന്യൂനവും വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഓപ്ഷൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ 8 ഹരണത്തിൻ്റെ സ്ഥാനത്ത് നമ്മൾ അധികം കൊടുക്കണം. 8 അധികം 10, ന്യൂനത്തിൻ്റെ സ്ഥാനത്ത് ഗുണനം, ഗുണം 3, അധികത്തിൻ്റെ സ്ഥാനത്ത് ഹരണത്തിൻ്റെ സിമ്പൽ കൊടുക്കുക, ഭാഗം 5, ഗുണനത്തിൻ്റെ സ്ഥാനത്ത് ന്യൂനം കൊടുക്കുക, -6. അപ്പോൾ ഇതിൽ ഈ ഗുണനവും ഹരണവും അടുപ്പിച്ചാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക്
റൂൾ അനുസരിച്ച് ഹരണം ആദ്യം നടക്കണം. 3/5 നമുക്ക് 3/5 എന്ന് തന്നെ നമുക്ക് എഴുതാം. ഇനി അതിനെ 10 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 10 ഗുണം 3/5 എന്ന് വരും. ഇവിടെ 5 കൊണ്ട് 10നെ ഹരിക്കുക. അപ്പോൾ 2, 2, 3, 6 എന്ന് വരും. അപ്പോൾ ഇത്രയും ഭാഗത്തിൻ്റെ വാല്യൂ 6 ആണ്. അപ്പോൾ ഇത് 8 + 6 - 6. 6ൽ നിന്ന് 6 പോയാൽ അത് 0 ആവും. അപ്പോൾ 8 + 0 8 തന്നെ. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഉത്തരവ് 8 തന്നെ. അപ്പോൾ ശരി ഉത്തരവ് ഓപ്ഷൻ ഡി ആണ്. ഒരു കോഡ് ഭാഷയിൽ ബോയ് സമം 7 ആണ്. താഴെ തന്നിരിക്കുന്ന കോഡുകൾ ശ്രദ്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഇവിടെ 2 പ്രസ്താവനകൾ നൽകിയിട്ടുണ്ട്. ഒന്നാമത്തെ പ്രസ്താവന വുമൺ സമം 65, രണ്ടാമത്തെ പ്രസ്താവന ഗോഡ് സമം 9. അതായത് വുമണിൻ്റെ കോഡ് 65ഉം ഗോഡിൻ്റെ കോഡ് 9 ആണെന്നാണ് നൽകിയിരിക്കുന്നത്. ഇതിലേത് പ്രസ്താവനയാണ് ശരി അല്ലെ ഏതാണ് തെറ്റ് എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ ബോയിയുടെ കോഡ് നൽകിയിട്ടുണ്ട് 7. എങ്ങനെയാണ് ബോയ്ക്ക് ഈ 7 എന്ന് കോഡ് വന്നിരിക്കുന്നതെന്ന് നോക്കാം. നമുക്ക് BOY ഈ ഓരോ അക്ഷരങ്ങൾക്കും ഇംഗ്ലീഷ് അക്ഷരമാലയിലെ അവയുടെ ക്രമ നമ്പർ കൊടുക്കാം. B രണ്ടാമത്തെ അക്ഷരവും O 15ാമത്തെ അക്ഷരവും Y 25ാമത്തെ അക്ഷരവുമാണ്. നമ്മൾ ഈ ക്രമ നമ്പറുകളെല്ലാം കൂടെ ഒന്ന് കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 25ഉം 15ഉം 40ഉം 2ഉം 42 എന്ന് കിട്ടും. ഇതിനെ സിംഗിൾ ഡിജിറ്റ് ആക്കി വീണ്ടും ഇത് തമ്മിൽ കൂട്ടുക. 4ഉം 2ഉം കൂടെ കൂട്ടുമ്പോൾ 6. ആ 6നോട് ഒന്ന് കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 7 കിട്ടും. അങ്ങനെയായിരിക്കും ഇത് 7ൽ വന്നത്. അതായത് ക്രമ നമ്പറുകൾ കൂട്ടുന്നു, അപ്പോൾ കൂട്ടി സിംഗിൾ ഡിജിറ്റിൽ എത്തിക്കുന്നു, എന്നിട്ട് അതിനോട് ഒന്ന് കൂട്ടി 7 എഴുതുന്നു. അങ്ങനെയാണെങ്കിൽ നോക്കുക, വുമൺ ഇവിടെ W 23ാമത്തെ അക്ഷരമാണ്, O 15 തന്നെ, M 13, N 14, A 1ാമത്തത്. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 66 എന്ന് കിട്ടും. 66നെ സിംഗിൾ ഡിജിറ്റ് ആക്കിയാൽ അല്ലെങ്കിൽ 6ഉം 6ഉം കൂടെ കൂട്ടിയാൽ 12, അത് 1ഉം 2ഉം കൂടെ കൂട്ടിയാൽ വീണ്ടും 3 ആവും. അതിനോട് ഒന്ന് കൂട്ടിയാൽ ഒരിക്കലും 65-ലെത്തില്ല. അപ്പോൾ ഈ വുമണിൻ്റെ കോഡ് കൊടുത്തിരിക്കുന്നത് തെറ്റാണ്. കാരണം ഇവിടെ ഉപയോഗിച്ച അതേ ലോജിക്കല്ല ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഗോഡ് നോക്കുക. ഗോഡിൻ്റെ G 7ാമത്തെ അക്ഷരവും O 15ാമത്തെ അക്ഷരവും D 4ാമത്തെ അക്ഷരവുമാണ്. അപ്പോൾ 15, 7, 22, 4, 26. 26ലെ ഈ അക്കങ്ങൾ തമ്മിൽ കൂട്ടിയാൽ 6, 2, 8 വരും. 8, 8നോട് ഒന്ന് കൂട്ടിയാൽ 9. അപ്പോൾ ഗോഡിൻ്റെ കോഡ് 9 എന്നുള്ളത് ബോയ്ക്ക് ഉപയോഗിച്ച അതേ രീതിയിൽ തന്നെ നമുക്ക് കിട്ടും. ബോയ് എന്നതിൻ്റെ കോഡ് 7 കിട്ടാനായിട്ട് നമ്മൾ കണ്ടുപിടിച്ച അതേ മാർഗം തന്നെ ഗോഡിനും അപ്ലൈ ചെയ്യാം. അപ്പോൾ 9 തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് 1 തെറ്റും 2 ശരിയുമാണെന്നുള്ള ഓപ്ഷൻ കറക്റ്റായിട്ട് എടുക്കാം. ശരി ഉത്തരം ഓപ്ഷൻ എ, 1 തെറ്റും 2 ശരിയുമാണ്.